ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. രജനീകാന്തിനെ പ്രധാന വേഷത്തിലാക്കി നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലറിന്റെ രണ്ടാം ഭാഗമായിട്ട് വരുന്ന സിനിമയാണ് ജയിലർ 2. അനിരുദ്ധാണ് മ്യൂസിക് കൊടുക്കുന്നത്. നിർമ്മാണം നൽകിയിരിക്കുന്നത് സൺ പിക്ചേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമിയോ റോൾസിൻ്റെ വിഷയങ്ങൾ കുറേ കാലങ്ങളായിട്ട് നടക്കുകയാണ്. ആരിനെ അടുത്ത് കൊണ്ടുവരാം എന്നുള്ളത്. അതായത് ജയിലറിൽ ക്യാമിയോസ് ആയിട്ട് മോഹൻലാൽ വരുന്നുണ്ട്, നമ്മുടെ ലാലേട്ടൻ, പിന്നെ ശിവരാജ് അണ്ണനും വരുന്നുണ്ട്. അപ്പം 3 പേരിനെയും ക്ലൈമാക്സിൽ വെച്ചൊരു കത്തിക്കൽ നെൽസൺ ഉണ്ടായിരുന്നു. അത് ഒരുപാട് സംസാരങ്ങളും ഒരുപാട് ഹിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഒരുപാട് ചർച്ചകളായിരുന്നു. മോഹൻലാൽ, രജനീകാന്ത്, ശിവരാജകുമാർ 3 ഇൻഡസ്ട്രിയാണ്, മോളിവുഡ്, കോളിവുഡ് ആൻഡ് സാൻഡൽവുഡ്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ, അതായത് ജയിലർ 2-ൽ ഒരു നല്ലൊരു ക്യാമിയോ കൊണ്ടുവരുമെന്ന് സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നെൽസൺ പോയത്, സോഴ്സസ് പ്രകാരം പോയത് ജയ് ബാലയ്യയുടെ, നന്ദമൂരി ബാലകൃഷ്ണയുടെ അടുത്താണ്. പുള്ളിയുടെ പോയിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് പറ്റില്ലെന്നാണ്. പുള്ളി എന്തോ റീസൺസ് കാരണം അത് അവോയ്ഡ് ചെയ്തു. അങ്ങനെ ആ ക്യാമിയോ റോൾസിനുള്ള ആദ്യ ഓപ്ഷനായ ബാലയ്യ മാറി. രണ്ടാമതിലേക്ക് പോകുന്നത് ഷാറുഖ് ഖാനിലേക്കാണ്. അത് ഷാറുഖ് ഖാനിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സോഴ്സും കാര്യങ്ങളൊക്കെ വന്നു. ഷൂട്ടിങ്ങും ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇന്ന് നടക്കുന്നു, 3 പേരുള്ള സീൻസ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുമെന്നൊക്കെ അറിഞ്ഞ് എല്ലാ ന്യൂസുകളും വന്നതിന് ശേഷമാണ് വരുന്നത് ഷാറുഖ് ഖാനും അതൊന്ന് മാറിയത്രേ. എന്തോ താല്പര്യക്കുറവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, റീസൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഷാറുഖ് ഖാനും ആ ഒരു ക്യാമിയോ റോൾ എന്ന് ജയിലർ 2 മാറി. അപ്പോഴാണ് രജനീകാന്ത് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ രജനീകാന്ത് ഫാൻസ് ആലോചിക്കുന്നത്, എന്തുവാടെ ഇത്, ഇമാര് ക്യാമിയോസ് വന്നാലേ പടം തീർക്കാൻ പറ്റും. കാരണം ഷൂട്ടിംഗ് തീർന്നു, ഈ ക്യാമിയോസിന് വേണ്ടിയിട്ടാണ് പടം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഏത് നേരത്താണ് നെൽസന് ആ ഒരു ക്യാമിയോസിനെ കുത്തിച്ചേക്കാൻ തോന്നി എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. മൂന്നാമത് അവർ പോയത് ജയ്ബാലയിൽ പറ്റിയില്ല, ഷാറുഖ് ഖാനും പറ്റിയില്ല. അടുത്ത് പവൻ കല്യാണിലേക്ക് പോയി. പവൻ കല്യാണിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പവൻ കല്യാണാണെങ്കിൽ അവിടെ നിന്നും കൈയൊഴിഞ്ഞു. ചിലപ്പം റോൾ അനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്യൂ അല്ല എന്തെങ്കിലും റീസൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ജയിലർ 2-ൽ ഒരു പ്രധാന വേഷത്തിൽ ക്യാമിയോ റോളിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് 3 വലിയ മുൻനിര താരങ്ങളെ, നന്ദമൂരി ബാലകൃഷ്ണ, ഷാറുഖ് ഖാൻ, പവൻ കല്യാൺ 3 പേരെയും പോയി ശ്രമിച്ചിട്ടും അവർ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ അവർക്ക് പറ്റില്ലെന്ന് പറഞ്ഞു, അവോയ്ഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കാരണം വേണ്ടി ഷൂട്ടിംഗ് തീർന്ന ജയിലറിന് ആ ഒരു ക്യാമിയോയുടെ ഒരു സിറ്റുവേഷൻസ് ഇപ്പോഴും ഫുൾഫിൽ ചെയ്യാതെ കിടക്കുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ആ ഒരു ക്യാമിയോ ഇനി ആരെ കൊടുക്കും? അല്ലെങ്കിൽ അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ തന്നെ കൊണ്ടുവരണം. ഇനിയിപ്പോൾ അമീർ ഖാനെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അമീർ ഖാനെ കൂലിയിൽ കൊണ്ടുവന്ന് അടിച്ച് പൊട്ടിച്ച് വിട്ട് ഇനിയിപ്പോൾ ആര് കൊണ്ടുവരുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഇതുവരെയുള്ള ന്യൂസ് പ്രകാരം ബാലയ്യയും ആശണം നിരസിച്ചു, ഷാറുഖ് ഖാനും ആശണം നിരസിച്ചു, പവൻ കല്യാണും ആശണം നിരസിച്ചു. ഇനി ആരായിരിക്കും ക്യാമിയോ റോളിൽ ആ ഒരു നെൽസൺ എഴുതിയ ആ ഒരു സ്റ്റോറിക്ക്, അല്ലെങ്കിൽ ആ ഒരു പിക്കപ്പിന്, അല്ലെങ്കിൽ ആ ഒരു ലൈനിന്, ആ ഒരു സീനിന് ഏത് സ്റ്റാറിനെ വരുത്തിയാലായിരിക്കും, അല്ലെങ്കിൽ വിളിച്ചാലായിരിക്കും വരിക എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്ക്. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. നിങ്ങൾ പഴയതുപോലത്തെ സപ്പോർട്ടുകൾ ഇനിയും എനിക്ക് തരിക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. ഇനിയും റിയാക്ഷനും റിവ്യൂകളും മറ്റു അപ്ഡേറ്റുകളും കാര്യങ്ങളായിട്ട് വരാൻ ഗൈസ്. അപ്പോൾ രജനിക്കിപ്പം കഷ്ടകാലം തന്നെയാണ്.